ക്യാമറ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു ഞാൻ. പക്ഷേ തികച്ചും അപ്രതീക്ഷിതമായി ഒരു നിർണായക മുഹൂർത്തത്തിൽ MGRൻ്റെ ഫോട്ടോ എടുക്കാനുള്ള ഒരു യോഗം ജീവിതത്തിൽ ആദ്യമായി ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു അപൂർവ ഭാഗ്യമാണ്. കേരളകൗമുദി ലേഖകനായിരിക്കെയാണ് ഇത്തരം ഒരു പ്രതിസന്ധിയിൽ ഞാൻ അകപ്പെട്ടത്. MGR അമേരിക്കയിൽ ചികിത്സയെല്ലാം കഴിഞ്ഞ് എത്തിയ സന്ദർഭത്തിൽ ജന്മനാടായ പാലക്കാട്ടെ വടവന്നൂരിലേക്ക് ഒരു രഹസ്യ യാത്ര നടത്തി. അതീവ രഹസ്യമായിട്ടായിരുന്നു MGRൻ്റെ കേരളത്തിലേക്കുള്ള ആ യാത്ര. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിൻ്റെ മകളുടെ കല്യാണം പാലക്കാട് നഗരത്തിനടുത്തുള്ള ഷാദി മഹളിൽ വെച്ചുണ്ടായിരുന്നു. അപ്പോൾ വടവന്നൂരിലെ കുടുംബ വീട് സന്ദർശിക്കുകയും ആ കുടുംബ വീട്ടിൽ നിന്ന് മടങ്ങി വരുന്ന വഴിക്ക് ഈ വിവാഹത്തിൽ പങ്കെടുക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ വിവരം ചോർന്ന് കിട്ടിയപ്പോൾ മറ്റു പത്രക്കാർക്ക് ആർക്കും ഇത് ലഭിച്ചിട്ടില്ല എന്ന കാര്യവും ഞാൻ ഉറപ്പുവരുത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരെ ഏൽപ്പിക്കുന്നതിന് പകരം അന്ന് കേരളകൗമുദിയിൽ DTP ഓപ്പറേറ്ററായി ജോലി ചെയ്തിരുന്ന രാജൻ മേനോനെ ഞാൻ ഫോട്ടോ എടുക്കാനായി ഏൽപ്പിച്ചു. അപ്പോൾ രാജൻ മേനോൻ കേരളകൗമുദിയുടെ ബ്യൂറോ ചീഫായിരുന്ന TB മേനോൻ്റെ മകളുടെ മകനാണ്, ചെറുമകനാണ്, നല്ല ഫോട്ടോഗ്രാഫറുമാണ്. അപ്പോൾ ഞങ്ങൾ MGR വരുന്നതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ ഈ ഷാദി മഹളിലെത്തി MGR വരുന്നതും കാത്തു നിന്നു. MGR വരുന്നതിന് ഒരു 10-15 മിനിറ്റ് മുമ്പ് ഈ രാജൻ മേനോൻ പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് പടം എടുക്കാൻ പറ്റില്ല, തല ചുറ്റുന്നത് പോലെ തോന്നുന്നു, എന്ത് ചെയ്യും എന്നായി. ഞാനാണെങ്കിൽ ആകെ പരിഭ്രമിച്ചു. കാരണം MGRനെ പോലെ ഒരാളിൻ്റെ വളരെ അപൂർവമായ ഒരു സന്ദർശനം റിപ്പോർട്ട് ചെയ്യാൻ കിട്ടിയ അസുലഭ അവസരം, ആ അവസരത്തിൽ അവസാന നിമിഷത്തിൽ ഫോട്ടോ എടുക്കാൻ കഴിയില്ല എന്ന് ക്യാമറാമാൻ പറഞ്ഞാൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? എനിക്കാണെങ്കിൽ ക്യാമറ കൈകാര്യം ചെയ്യാൻ അറിയുകയുമില്ല. എന്നാലും എന്തും വരട്ടെ എന്ന് രണ്ടും കൽപ്പിച്ച് ഞാൻ ക്യാമറയുടെ സാങ്കേതികത്വം എല്ലാം പെട്ടെന്ന് മനസ്സിലാക്കി ക്യാമറ വാങ്ങി പടം എടുക്കാൻ തീരുമാനിച്ചു. നിമിഷങ്ങൾക്കകം വൻ പോലീസ് സന്നാഹത്തിൽ MGR വിവാഹ സ്ഥലത്തേക്ക് വന്നു. അപ്പോഴേക്കും MGR വരുന്ന വിവരം നഗരത്തിലാകെ പടർന്ന് പിടിച്ചിരുന്നു. വലിയ ജനക്കൂട്ടമാണ് ഷാദി മഹലിന് മുന്നിലെത്തിയത്. പക്ഷേ പോലീസ് ആരെയും വിവാഹ സ്ഥലത്തേക്ക് കടത്തിവിട്ടില്ല. ബന്ധുക്കളല്ലാതെ, വരനും വധുവും അവരുടെ അത്യാവശ്യ ബന്ധുക്കളല്ലാതെ മറ്റാരെയും ആ സമയത്ത് ഷാദി മഹലിലേക്ക് പ്രവേശിപ്പിച്ചില്ല. MGR വന്നു, വധുവിനെയും വരനെയും അനുഗ്രഹിച്ചു, അവർക്ക് വിവാഹ മാല്യങ്ങൾ എടുത്തു കൊടുത്തു. ഇതെല്ലാം തന്നെ ഞാൻ ക്യാമറയിൽ പകർത്തി. ശരിക്കും പറഞ്ഞാൽ MGRനെ പോലെ ഒരാളിൻ്റെ ചിത്രം ആദ്യമായി എടുക്കുക എന്ന സാഹസികമായ ഒരു കടമയാണ്, ദൗത്യമാണ് എനിക്കന്ന് നിറവേറ്റേണ്ടി വന്നത്. ഈ മിനിറ്റുകൾക്ക് മുമ്പ് പടമെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ DTP ഓപ്പറേറ്ററോട് എനിക്ക് ഭയങ്കര ദേഷ്യം വന്നിരുന്നു. അപ്പോൾ ഈ ഫംഗ്ഷൻ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ MGRും കുടുംബവും അവിടെ നിന്ന് പോവുകയും ചെയ്തു. അദ്ദേഹത്തോടൊപ്പം ഒരു മന്ത്രിയുടെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു. അവർ പോയി കഴിഞ്ഞ് ഞങ്ങൾ ഓഫീസിൽ എത്തുമ്പോഴേക്കും മറ്റു പത്രങ്ങളുടെ ഫോട്ടോഗ്രാഫർമാരും റിപ്പോർട്ടർമാരും എല്ലാം അവിടെ വന്നു. കാരണം അവരെല്ലാം ഈ വിവരം അറിഞ്ഞു. ഫോട്ടോ കിട്ടിയിരിക്കുന്നത് ഞങ്ങൾക്ക് മാത്രമാണ്. അപ്പോൾ ആ ഫോട്ടോ ഷെയർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ തികച്ചും എക്സ്ക്ലൂസീവ് സ്വഭാവമുള്ള ആ ഫോട്ടോ ഞാൻ ആർക്കും കൈമാറിയില്ല. കേരളകൗമുദിക്ക് മാത്രം അയക്കുകയും പിറ്റേ ദിവസം കേരളകൗമുദിയുടെ 1-ാം പേജിൽ ബാനർ ഹെഡായി 8 കോളം വാർത്ത ഫോട്ടോ സഹിതം ആ വിവാഹ വാർത്ത MGRൻ്റെ രഹസ്യ സന്ദർശനം
ജന്മനാട്ടിലേക്ക് MGRൻ്റെ രഹസ്യ സന്ദർശനം എന്ന തലക്കെട്ടിൽ അച്ചടിച്ച് വരികയും ചെയ്തു. അത് കഴിഞ്ഞ് 2-3 മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് MGR നമ്മോട് യാത്ര പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ ഇത്രയും ആരാധകരുണ്ടായിരുന്ന മറ്റൊരു നടൻ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം ശിവാജി ഗണേശനും ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന അമിതാഭ് ബച്ചനും ഒക്കെ ഉണ്ടെങ്കിലും MGRനുണ്ടായിരുന്ന ഒരു ജനസമ്മതി അസാധാരണമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാട്ടിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായതും അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ച പോലെ ജയലളിത പിൻഗാമിയായി മാറിയതും അങ്ങനെ തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിഞ്ഞ ഒരു അസാമാന്യ പ്രതിഭയായിരുന്നു പാലക്കാട്ടുകാരനായ MG രാമേന്ദ്രൻ.